ആ മനസ്സിന് ബലം കിട്ടാൻ ഒരൊറ്റ വഴിയുള്ളൂ. അതിനാണ് നമ്മൾ രാവിലെ എണീറ്റ് ഇതൊക്കെ ചെയ്യണം. കുറച്ചു നേരം. മനസ്സെന്ന് പറഞ്ഞാൽ എന്താണ്? 4 തരം ചിന്തകളാണ് മൈൻഡ്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഒരു ലോകത്തിലെ ഒരു സയൻറ്റിസ്റ്റും പോയിട്ടില്ല. കാരണം നമുക്കിപ്പം ഈ സൈക്യാട്രിയിൽ വലിയ പഠനം നടത്തിയിട്ടുള്ള ആളുകളാണ് സിഗ്മണ്ട് ഫ്രോയിഡ്, അതുപോലെ യുങ് തുടങ്ങിയിട്ടുള്ള കുറേ ഗംഭീരന്മാരായ ശാസ്ത്രജ്ഞന്മാരുണ്ട്. പക്ഷെ നിങ്ങൾ ഈ പുസ്തകങ്ങളൊക്കെ എടുത്ത് നോക്കൂ. നിങ്ങൾ ഇദ്ദേഹത്തിൻ്റെ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ പുസ്തകം എടുത്ത് നോക്കിയാലും അതുപോലെ ഏതൊക്കെ പുസ്തകങ്ങൾ ഇന്ന് അവൈലബിൾ ആണോ, മനസ്സിന് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കടന്നുപോയവരില്ല. മനസ്സെന്ന് പറഞ്ഞാൽ മനോബുദ്ധി ചിത്തം അഹങ്കാരം. എത്ര 4 വാക്കുകളെ കൊണ്ടാണ് ഇത് പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്താണ് മനസ്സ്? എല്ലാവരും ഒന്ന് പറയൂ ഇതൊക്കെ. മനോബുദ്ധി ചിത്തം അഹങ്കാരം. തിരിഞ്ഞില്ലേ ആർക്കും? മനോ ബുദ്ധി ചിത്തം അഹങ്കാരം. എല്ലാവരിലും ഞാനെന്നൊരു ഭാവമില്ലേ? ഇല്ല, അതേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ ഞാൻ എന്ന് പറയുന്നത് അഹങ്കാരം. അത് ഞാനെന്നൊരു ഭാവം എല്ലാവരിലും ഉണ്ട്. രണ്ടാമത്തത്, നമ്മളിലെല്ലാം മനസ്സെന്ന് പറഞ്ഞാൽ വികാരങ്ങളാണ്. വികാരം ചഞ്ചലമാണ്. മനസ്സെപ്പോഴും ചഞ്ചലം. വികാരം എന്ന് പറഞ്ഞാൽ അതിൽ പോസിറ്റീവ് ഇമോഷൻസ് ഉണ്ട്, നെഗറ്റീവ് ഇമോഷൻസ് ഉണ്ട്. പേടി ഒരു വികാരമാണ്, ദുഃഖം ഒരു വികാരമാണ്. ആണോ? അപ്പം ഇതൊക്കെ നമ്മുടെ മനസ്സിൽ അസ്വസ്ഥതകളടക്കം. അപ്പം അതുകൊണ്ട് മനസ്സിനൊരു നിർവചനം കൊടുത്തു, ചഞ്ചലാത്മിക മന. മനസ്സെപ്പോഴും അവർക്ക് പറയൂ ചഞ്ചലമാണ്. ചഞ്ചലം എന്ന് പറഞ്ഞാൽ എന്താണ്? നിയന്ത്രിച്ചു നിർത്താൻ സാധിക്കാത്തത്. ഇപ്പൊ പരീക്ഷയ്ക്ക് കയറുന്ന കുട്ടിയുടെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നു. ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ വായിച്ചപ്പോൾ തലയുടെ മുകളിൽ കൂടെയാണ് പോയത്. പിന്നെ ആ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോഴേക്കും എന്താ വരുന്നത്? ഒന്നും വരില്ലേ. മനസ്സാകെ ചഞ്ചലമായി. കാരണം എനിക്ക് അറിയില്ലല്ലോ എന്നുള്ളൊരു എന്താ ഒന്നും മിണ്ടാത്തത്? നിങ്ങൾ ചഞ്ചലത വന്നു. നിങ്ങളെല്ലാവരും നിങ്ങൾക്കറിയാം, ഇപ്പം പാലടുപ്പത്ത് വെച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ അത് തിളച്ചു പോകും എന്നുള്ളത്. ആ സമയത്ത് ആദ്യം ചെയ്യേണ്ടത് ഗ്യാസ് ഓഫ് ചെയ്യുകയാണെന്നുള്ളത് ഏത് മൂളയില്ലാത്തവർക്കറിയാം. ആണോ? പക്ഷെ നിങ്ങൾ പാല് തിളച്ചു പൊങ്ങുമ്പോൾ പാല് പോവരുതെന്ന് കരുതി എന്താ ചെയ്യുക? സത്യം പറയൂ, എന്താണ് ചെയ്യുക? ആദ്യം എത്രയും വേഗം പാലവിടുന്ന് മാറ്റും. എന്നാൽ ഒരു കയ്യിലെടുത്ത് അളക്കണമെന്നോ അതൊന്നും ആ സമയത്ത് തോന്നില്ല. എത്രയും വേഗം പാല് പോവരുത്. പിന്നെ എന്താ ഉണ്ടാവുക? ചിലപ്പോൾ തിളച്ചത് കയ്യിലേക്ക് ഒഴിഞ്ഞിട്ടുണ്ടാവും, അല്ലേ? അല്ലെങ്കിൽ ആ അടുപ്പിലേക്ക് കുറെ ഒഴിഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് പിന്നെ മൊത്തം ബഹളാണ് അവിടെ. വീട്ടിൽ ബഹളം ഉണ്ടാവില്ല ഇതിൻ്റെ പേരിൽ? ബഹളം ഉണ്ടാവുമോ ഇല്ലയോ? ഉണ്ടാവും. അപ്പം നമുക്ക് ചിലതൊക്കെ അറിയാമെങ്കിലും മനസ്സ് ചഞ്ചലമാകുമ്പോൾ, അസ്വസ്ഥമാകുമ്പോൾ വേണ്ടതൊന്നും ഭർത്താവ് വെറുതെ പോയി കറണ്ടിൻ്റെ മുകളിൽ കളിച്ചതാ. എന്തോ പ്ലഗ് ശരിയാക്കാൻ വേണ്ടി പോയി, അതിൽ പോയി എന്തോ കുത്തി ഷോക്കടിച്ചു എന്ന് വിചാരിക്കുക. ഈ ഷോക്കടിച്ചിട്ട് ഭർത്താവ് കടന്ന് വിറയ്ക്കുമ്പം ഭാര്യ എന്നിട്ട് എന്താ ചെയ്യുക അറിയോ? ആ മനുഷ്യനെ പോയി പിടിച്ച് വലിക്കും. ആ മനുഷ്യനെ പോയി പിടിച്ച് വലിച്ചാൽ പിന്നെ എന്താ ഉണ്ടാവുക? രണ്ടും കിടന്ന് വിറയ്ക്കും. എന്നാൽ ആ ഒരു ഓഫ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ നല്ല ഉണങ്ങിയ വടിയെടുത്തിട്ട് 2 എണ്ണം കിട്ടിയ ചാൻസാണ് അയാൾക്ക് കൊടുക്കണമെന്നോ എങ്ങനെയെങ്കിലും അയാളുടെ കൈയൊന്നും അതിൽ നിന്ന് അതൊക്കെ ആ സമയത്ത് തോന്നും. ഞാൻ വെറുതെ പറയില്ല, എത്ര ബുദ്ധി ഉണ്ടായാലും. നോക്കൂ, നമ്മുടെ സിനിമ ആർട്ടിസ്റ്റ് സുകുമാരി എന്ത് നല്ല കഴിവുള്ള പ്രതിഭയായിരുന്നു. അവരൊരു ദിവസം പൂജാമുറിയിൽ അവരുടെ സാരിയിൽ തീ കയറി പിടിച്ചതാണ്. കയറി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ വെപ്രാളെടുത്ത് മനുഷ്യനോടും. ആ സമയത്ത് അറിയാം, അതിന് മുമ്പ് അറിയാം, എല്ലാവർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. തീ പിടിച്ചാൽ ഉടനെ നിലത്ത് കടന്ന് ഉരുണ്ടത് കെടുത്താൻ ആ സമയത്ത് ആ ബുദ്ധിയൊന്നും ഇതൊന്നും മിണ്ടാത്ത നിങ്ങൾ പ്രവർത്തിക്കില്ല. കാരണം ചഞ്ചലാത്മിക മന. ഈ കുട്ടികളൊക്കെ പരീക്ഷയ്ക്ക് തോറ്റുപോകാൻ എന്താ കാരണം? കാരണം ആദ്യത്തെ ചോദ്യം തന്നെ തലയ്ക്ക് കയറണില്ലെങ്കിൽ പിന്നെ എഴുതുന്നതൊക്കെ പണ്ടത്തരായിരിക്കും. കാരണം ഈ വെപ്രാളമുള്ള മനസ്സ് വേണ്ടതല്ല കാണിച്ചു തരിക, വേണ്ടാത്തതൊക്കെ
ഒക്കെ നമുക്ക് കാണിച്ചു തരും. ശരിയാണോ പറയുന്നത്? ശരിയാണോ? ചഞ്ചലാത്മിക മന, നിശ്ചയാത്മിക ബുദ്ധി. നമുക്ക് വേറൊരു ഫാക്കൽറ്റി ഉണ്ട്. അറിവുകളൊക്കെ നേടുന്നത് ബുദ്ധി കൊണ്ടാണ്. അത് വളരെ നിശ്ചയാത്മിക, ഓരോ കാര്യത്തിലും ഒരു നിശ്ചയം തരുന്ന, ഉറപ്പ് തരുന്നത് നമ്മുടെ ബുദ്ധിയാണ്. ശ്രദ്ധിക്കുക, ബുദ്ധിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഓരോ കുട്ടികൾ ശ്രദ്ധിക്കുക, ബുദ്ധിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു കാര്യം കൺവിൻസ്ഡ് ആയാൽ, മനസ്സിലായി കഴിഞ്ഞാൽ അത് ബുദ്ധിയിൽ നിൽക്കും. അല്ലാത്തത് നിങ്ങളുടെ ബുദ്ധിയിൽ ഉറപ്പിച്ചു നിർത്താൻ നിങ്ങൾക്കൊരിക്കലും സാധ്യമല്ല. അപ്പം നമുക്ക് അത്രയും ഒരു ഇൻട്രസ്റ്റിംഗ് ആയത്, കൺവിൻസ് ആയത് നമ്മുടെ മനസ്സിൽ നിൽക്കും, ബുദ്ധിയിൽ നിൽക്കും. അതുകൊണ്ട് ഈ ബുദ്ധി എന്ന് പറയുന്നതുണ്ടല്ലോ, ഇപ്പം നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന നല്ല ബുദ്ധി, അത് കണ്ടവൻ എഴുതി വെച്ച് നമ്മുടെ തലയിൽ കയറി, നമുക്ക് മനസ്സിലായതല്ല. മനസ്സിലാവാത്തതുകൊണ്ടാണ് നമ്മൾ ബൈഹാർട്ട് പഠിക്കുന്നത്. അത് ബൈഹാർട്ട് പഠിക്കുന്നതുകൊണ്ടാണ് ബുദ്ധിയിൽ ഒരിക്കലും മനസ്സിലാവുണ്ടോ ഞാൻ പറയുന്നത്? 10ാം ക്ലാസ് കഴിഞ്ഞ് 2 മാസം ഒരു പരീക്ഷ കഴിഞ്ഞ് ചോദിച്ചു നോക്ക് വല്ലതും ചോദ്യം. 10ാം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞ കുട്ടിയെ 2 മാസം നിങ്ങൾ വീട്ടിൽ വെറുതെ ഇരുത്തുക, എന്നിട്ട് അതേ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നുകൂടി എടുത്തിട്ട് പരീക്ഷ എഴുതാൻ പറയാം. എങ്ങനെ ഉണ്ടാവും? എങ്ങനെ ഉണ്ടാവും? എന്നാ നിങ്ങൾ വായം പൊളിച്ച് കേട്ടിരിക്കുന്നത്? പാസ്സാവോ ഇല്ലയോ? അതെന്തേ? അപ്പൊ ഈ പഠിച്ചതൊന്നും ബുദ്ധിയിൽ തെളിഞ്ഞിട്ടില്ല എന്നുള്ള ഉറപ്പല്ലേ? ഇതല്ല ബുദ്ധി. ബുദ്ധി എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെക്കുറിച്ചുള്ള വ്യക്തത, നമുക്കതിനോടൊരു താല്പര്യം. എന്നാൽ കുട്ടികൾക്ക് നോക്കൂ, നിങ്ങൾ ക്ലാസ്സിൽ എന്തെങ്കിലും പാട്ട് പാടാൻ പറഞ്ഞാൽ, കവിത പഠിക്കാൻ പറഞ്ഞാൽ ജന്മം വായിൽ വരില്ല അത്. എന്നാൽ നിങ്ങൾ നോക്കൂ, അമ്മയുടെ ജിമിക്കി കമ്പലും അച്ഛൻ്റെ അതങ്ങനെ ഇട്ട് കൊടുത്താൽ മതി, ബാക്കി മുഴുവൻ അവർ പാടിത്തരും. ഉണ്ടോ? എന്താ ഒന്നും മിണ്ടാത്ത നിങ്ങൾ? അപ്പം ഇതൊക്കെ എങ്ങനെയാണ് അവർ ബൈഹാർട്ട് പഠിക്കണം? തലയിൽ കുത്തി നിറച്ച് പഠിക്കുകയാണോ? അത് താനെ അങ്ങോട്ട് പഠിച്ചു പോവുകയാണോ? അതിനോടൊരു താല്പര്യമുണ്ട്. ഇന്ന് നോക്കൂ, ചെറിയ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും മൊബൈലിലുള്ള ഒരു അറിവ് നോക്കൂ. ഞാൻ എൻ്റെ ഒരു മൊബൈലിൽ ഞാനിങ്ങനെ സംസാരിക്കണം, എൻ്റെ മൊബൈലിൽ എന്തോ ലോക്കിങ് വന്നു, അതിൻ്റെ സൗണ്ട് പോരാ. അപ്പം 2 വയസ്സുള്ള സാധനം പറയാൻ സ്വാമിത്യം കിട്ടുന്നതാന്ന്. പ്രസവിച്ചിട്ട് മുട്ടയിൽ നിന്ന് വിരിഞ്ഞിട്ടില്ല, എന്നിട്ട് അത് എവിടേക്ക് അമർത്തിയിട്ട് എന്നോട് പറഞ്ഞു പ്രോപ്പറായിട്ടുണ്ട് കേട്ടോ എന്ന്. യുവർ മൊബൈൽ ഈസ് ഓക്കെ എന്നോ. ചെറുത് ഇത്രയുള്ള സാധനം, അതിന് പോലും ഇത്ര അറിവ് ഇതിൻ്റെ മുകളിൽ. ഇനി കുറേ കഴിഞ്ഞാൽ ഗർഭപാത്രത്തിൽ നിന്ന് വിളിച്ചു അറിയില്ല എന്തെങ്കിലും. ആ കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആണോ അല്ലയോ? ഈ മൊബൈൽ വന്നപ്പോഴാണ് കൊച്ചു കുട്ടികൾക്ക് മുതിർന്നവരോടുള്ള ബഹുമാനം പോയത്. കാരണം ഈ കൊച്ചു കുട്ടികൾ നോക്കുമ്പോൾ ഈ ഒന്നിനു മാത്രം പോകുന്ന കാരണവർക്കും ഈ അമ്മൂമ്മയ്ക്കും ഈ കുന്തും തുറക്കാൻ പോലും അറിയില്ല. ഈ ചെറുതാണ് പറഞ്ഞു കൊടുക്കുന്നത്, അമ്മൂമ്മ ഇങ്ങനെയാണ് അമർത്തേണ്ടതെന്ന്. ഈ സാധനത്തിന് എന്താ, ഈ കുട്ടിക്ക് വല്ല ബഹുമാനം ഉണ്ടാവും? ഇതിന് ഒരു കുന്തും അറിയില്ല ഈ സാധനത്തിന്, ഒരു വിലയില്ല. കാരണം ഈ കോവിഡ് വന്നപ്പോൾ ഒക്കെ സൂം മീറ്റിങ്ങും ഗൂഗിൾ പ്ലസും അതും ഇതൊക്കെ ആയിട്ട് പല മീറ്റിങ്ങിൽ ഈ ചെറുതിനോട് ചോദിക്കണം അതൊന്ന് ശരിയാക്കിത്താന്നുള്ളത്. അപ്പം അവർ നോക്കും, ഇത്ര ചെറിയ കാര്യം പോലും ഇവർക്ക് പ്രോപ്പറായി ചെയ്യാൻ അറിയില്ല. അപ്പോൾ അവർക്കതിൽ ഇൻട്രസ്റ്റ് ഉണ്ട്, നമുക്കതിൽ ഇൻട്രസ്റ്റ് ഇല്ല. എന്ന് വെച്ചാൽ നമുക്കത് ആ ഒരു സംസ്കാരത്തിലല്ല നമ്മൾ വളർന്നത്. ഇപ്പം ഇവിടെ ബുദ്ധി എന്ന് പറയുന്നത് ഒരു കാര്യത്തിൽ വ്യക്തത തരാൻ കഴിയുന്നൊരു സാധനമാണ്. ഏത്? ബുദ്ധി. ഇനി വേറൊന്നുണ്ട്, അത് നമ്മുടെ വാസനകളാണ്. ഓരോ വ്യക്തിയും ജനിച്ചു വരുമ്പോൾ കൊണ്ടുവരുന്ന കുറേ സാധനങ്ങളുണ്ട്. നമ്മളൊക്കെ പുനർജന്മം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി മരിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരും എല്ലാവരും. ഏത് രൂപത്തിൽ എന്നതേ സംശയമുള്ളൂ. മനുഷ്യൻ തിരിച്ചു വരുമോ? വരും. ഓരോ കുട്ടിയും ഒരു പുനർജന്മമാണോ? ആണ്. തെളിവുണ്ടോ? ഉണ്ട്. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം തരണം. ജനിച്ചു വരുന്ന കുട്ടികൾ ചിന്തകളുമായിട്ടാണോ വരിക? ജനിച്ചു വരുന്ന കുട്ടികൾക്ക് ചിന്തകൾ ഉണ്ടോ? ആലോചിച്ചിട്ട് ഉത്തരം വരണം. ഉണ്ടില്ല എന്ന് പറയരുത്, സമയമായിട്ടില്ല അതിന്. ഇല്ല. ജനിച്ചു വരുന്ന കുട്ടികൾക്ക് ചിന്തകൾ ഉണ്ടോ? ഇല്ല എന്ന് പറയുന്നവർ കൈവെക്കൂ. ആകെ 2-3 പേരുണ്ട്. ഉണ്ട് എന്ന് പറയുന്നവർ കൈവെക്കൂ. പക്ഷെ വെറുതെ കൈവെക്കുക, ചോദ്യത്തിന് ഉത്തരം തരണം. വെറുതെ അടിച്ചു വിടരുത്.
എന്താ പ്രൂഫ് ഉള്ളത്? വാട്ട് പ്രൂഫ് യു ഹാവ്? കുട്ടിക്ക് ചിന്തകളുണ്ടെന്നുള്ള എന്താ തെളിവുള്ളത്? ചിരിക്കുന്നുണ്ട്. അപ്പം കുട്ടികൾക്ക് ചിരിക്കാൻ ചിന്ത വേണം. പിന്നെ കരയുന്നുണ്ട്. അപ്പം ദുഃഖം എന്നതൊരു ചിന്തയാണ്. ദുഃഖം ചിന്തയാണ്. പിന്നെ പാല് കുടിക്കുക. പാല് കുടിക്കുക എന്നുള്ളത് അതൊരു ചിന്തയാണ് തീർച്ചയായിട്ടും. അതിന് ദാഹം, വിശപ്പ്, അതൊക്കെ ഒരു ചിന്ത തന്നെയാണ്, അല്ലാതെ പറയാം. പിന്നെ അതെ, ചിരിക്കുന്നുണ്ട്. ഇനി ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ശ്രദ്ധിക്കണം. കുഞ്ഞുവാവള്, ഞാൻ കുഞ്ഞുവാവള കാര്യമാണ് പറയണത്. സ്വപ്നം കണ്ട് ചിരിക്കും, സ്വപ്നം കണ്ട് കരയും, സ്വപ്നം കണ്ട് ഭയപ്പെടും. ഉണ്ടോ? ഞെട്ടി ഉണരും. ഉണ്ടോ? ഇല്ല. ഈ സ്വപ്നം ഒരു ചിന്തയല്ലേ? അപ്പം ആ കുഞ്ഞ് ജനിച്ചു വരുമ്പോൾ തന്നെ കുറേ സ്വപ്നങ്ങളായിട്ടല്ലേ വന്നത്? എൻ്റെ ചോദ്യം വളരെ ഉത്തരം തരാൻ എനിക്ക്. സ്വപ്നത്തിൽ പലതും കണ്ട് ഭയപ്പെടുക, ചിരിക്കുക, ഈ അനുഭവങ്ങൾ ആരോടോ കുട്ടി ഇൻട്രാക്ട് ചെയ്യുന്നു, സന്തോഷം കിട്ടുന്നു, എന്തിനെയോ കണ്ട് പേടിക്കുന്നു. ഈ കുട്ടിക്ക് ലോകം അറിയ പോലുമില്ല. ഈ ഭയപ്പെടാനുള്ള ചിന്തകളും അല്ലെങ്കിൽ സംഭവങ്ങളും സന്തോഷിക്കാനുള്ള സംഭവങ്ങളും കുട്ടിക്ക് എവിടുന്ന് കിട്ടി? എവിടുന്ന് കിട്ടി? ഭയം ഉണ്ടാവണമെങ്കിൽ ആരെങ്കിലും ഭയപ്പെടുത്തുന്നതൊന്ന് സംഭവം ഉണ്ടാവണം മനസ്സിൽ, വേണ്ടേ? എൻ്റെ ചോദ്യം വളരെ വ്യക്തമാണ്. അനുഭവങ്ങളിൽ നിന്നല്ലേ സ്വപ്നങ്ങൾ ഉണ്ടാവുന്നത്? അനുഭവങ്ങളിൽ നിന്നല്ലേ സ്വപ്നങ്ങൾ? ആണോ? ആഗ്രഹിക്കുന്നത്, അനുഭവിക്കുന്നത്, അതൊക്കെയല്ലേ സ്വപ്നമായിട്ട് മാറുക? ആണോ? നിങ്ങളാരും സ്വർഗത്തിൽ പോയിട്ട് ഡാൻസ് കളിക്കുന്ന സ്വപ്നം കണ്ടിട്ടുണ്ടാവില്ല. ഉണ്ടോ? ഉർവശിയുടെയും രംഭയുടെയും കൂടെ ഡാൻസ് കളിക്കുന്ന ആരെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടോ? അല്ലെ? ഉണ്ടെങ്കിലൊന്ന് അറിയാൻ വേണ്ടിയിട്ടാ. ഞാൻ കേട്ടിട്ടില്ല ഇതുവരെ ആരും പറയും. ഉണ്ടോ? ഇല്ല. നിങ്ങളിനി അമേരിക്കയിൽ പോയിട്ട് സായിപ്പിൻ്റെയും മദാമയുടെയും കൂടെ ഡാൻസ് കളിക്കുന്ന സ്വപ്നം കണ്ടിട്ടുണ്ടോ? അരെ, നിങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല അത്. നിങ്ങൾ കണ്ടതൊക്കെ കറുകച്ചാലുള്ള ആൾക്കാരെയും ഇവിടെയുള്ള കുറേ അനുഭവങ്ങളും ഇവിടുത്തെ കള്ളന്മാരും ഇവിടുത്തെ കൊള്ളരുതാത്തും ഇവിടുത്തെ കുറേ ജന്തുക്കളും ആണോ അല്ലയോ? കുറേ അനുഭവിച്ച കാര്യങ്ങൾ, സദ്യക്ക് പോകുന്നു, കുറേ ഡ്രസ്സ് കൊടുക്കുന്നു, അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, ബസ്സിൽ പോകുന്നു, ബസ്സിൽ വീഴുന്നു, ടാപ്പ് കഴിഞ്ഞു, സ്വപ്നം കഴിഞ്ഞു. ഇതൊക്കെയാണ് നമ്മളൊക്കെ ഓരോരുത്തരും കാണുന്ന. ഉറക്കെ പറയൂ. അപ്പം ഈ കുട്ടി ഏത് ജന്മത്തിൽ അനുഭവിച്ചതാണ് ഈ കുട്ടി കാണുന്നത്? എവിടെ ആഗ്രഹിച്ചതാണ്? അപ്പം നമ്മൾ ആഗ്രഹിക്കേണ്ടത്, ദിസ് മൈൻഡ് ക്യാരീസ് പാസ്റ്റ് ഇംപ്രഷൻസ്. സത്യമാണോ? ഒരു മൈൻഡ് ഇങ്ങോട്ട് വരുമ്പോൾ അതിൽ ചില പാസ്റ്റ് ഇംപ്രഷൻസ്, വാസനകൾ, ചിന്തകൾ ഉണ്ടോ? ഉറക്കെ പറയൂ. അപ്പം ആരും ഒരു ബ്ലാങ്ക് മനസ്സോടുകൂടിയിട്ടല്ല ഇങ്ങോട്ട് പറയൂ വരുന്നത്. സ്വപ്നങ്ങൾ ഉണ്ട് എങ്കിൽ ശ്രദ്ധിക്കുക. ഇതൊക്കെ ദൈവം ഒരാളിൽ വെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊക്കെ ദൈവമാണ് കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും സാധ്യമല്ല. കാരണം ഞാൻ നിങ്ങളുടെ ഉള്ളിലൊരു ചിന്ത വെച്ചാൽ, ശ്രദ്ധിക്കുക, നിങ്ങളത് എടുക്കാത്തോടത്തോളം കാലം നിങ്ങളുടേതാവില്ല. ഇപ്പം തന്നെ നോക്കൂ, ഞാൻ ഭാഗവതം പറയുമ്പോൾ അത് എത്ര പേര് മര്യാദയ്ക്ക് കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. നേരെ മറിച്ച് നമ്മൾ വേറെ വല്ല എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാം ആയിരുന്നെങ്കിൽ അത് കുറച്ചുകൂടി ഉള്ളു തട്ടിക്കേൾക്കും. ചിലവതൊക്കെ നമ്മൾ എത്രയോ നല്ല കാര്യങ്ങൾ കേട്ടാലും അതൊന്നും ഉള്ളിൽ തട്ടാറില്ല. ഉണ്ടോ? നിങ്ങൾ കുട്ടികളോട് ചോദിച്ചു നോക്കൂ. ഈ ചെറിയ കൊച്ചു കുട്ടികൾക്ക് പറ്റും, വലിയ കുട്ടികൾ ക്ലാസ്സിൽ ടീച്ചർ പറയുന്നൊന്നും അവർ സ്വപ്നം കാണാറില്ല. ക്ലാസ്സിൽ എടുക്കുന്നത് ചിലപ്പോൾ സ്വപ്നം കാണും, പക്ഷെ ആ സബ്ജക്റ്റ് ഒന്നും അവർ സ്വപ്നം കാണാറില്ല. എന്താ കാരണം? മനസ്സിലായില്ല. എന്താ കാര്യം? അതൊന്നും ഉള്ളി തട്ടിയിട്ടല്ല കേൾക്കുന്നത്. നിങ്ങൾ ഇവിടുന്ന് യാത്ര ചെയ്യുന്നു നിങ്ങളുടെ വീട്ടിലേക്ക്, നിങ്ങൾ പലതും കാണുന്നുണ്ട്, പക്ഷെ എല്ലാം നിങ്ങളുടെ ഉള്ളിൽ തട്ടണമെന്നില്ല. ചില കാഴ്ചകൾ നിങ്ങൾ ഉള്ളിത്തട്ടും. ഉണ്ടോ? ഉണ്ടോ? ഉള്ളിത്തട്ടും. ആ തട്ടുന്നത് നിങ്ങൾക്ക് സ്വപ്നമായിട്ട് വരും. അപ്പോൾ ഒരാൾ നിങ്ങളുടെ ഉള്ളിൽ കുറെ ചിന്തകൾ ഇട്ടാലും അത് നിങ്ങൾ എടുക്കാത്തോടത്തോളം കാലം നിങ്ങൾക്കതൊരിക്കലും സ്വപ്നമായി
കൂടെ വന്നില്ലേ നിങ്ങൾ? ഇപ്പം ദൈവത്തിന് ഒരാളുടെ ഉള്ളിലും ഒന്നും ഇടാൻ പറ്റില്ല. കാരണം ആർക്കും ഇടാൻ പറ്റില്ല. കാരണം നമ്മൾ ആ ഒരു ചിന്ത എടുത്താലേ അത് നമ്മുടെ ഉള്ളിൽ. നോക്കൂ, നിങ്ങൾക്കത് പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ അറിയില്ല. നമ്മൾ എത്രയോ ആളുകളോട് ഇടപഴകുന്നു, ഇൻട്രാക്ട് ചെയ്യുന്നു. ഇത് മുഴുവൻ സ്വപ്നമായി വരാറുണ്ടോ? എന്നാൽ ചിലത് നമ്മളെ ഉള്ളിൽ തട്ടിയിട്ട് വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഉള്ളിൽ എന്തെങ്കിലും ആഴത്തിലിറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് സ്വപ്നമായി മാറുന്നു. അപ്പൊ പാമ്പിനെ പലരും സ്വപ്നമായി കാണുന്നുണ്ട്. കാരണം പാമ്പ് ഭയപ്പെടുത്തുന്ന ഉള്ളിൽ തട്ടിയിട്ടുള്ള കാര്യമാണ്. മരണം നമ്മളെ ഉള്ളിൽ തട്ടിയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് കൊല്ലുന്നതും മറ്റൊക്കെ പലരും സ്വപ്നമായിട്ട് കാണുന്നത്. ആണോ? പറയൂ. അതുപോലെ അങ്ങനെയുള്ള പല അനുഭവങ്ങളും ഉള്ളിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ, ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം സ്വപ്നങ്ങളായി നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഈ കുട്ടിയുടെ ഉള്ളിൽ ഇതെപ്പോഴാണ് കുട്ടി എടുത്തിട്ടുള്ളത്? അപ്പൊ നമ്മൾ എവിടെ നോക്കിയാലും ആക്സെപ്റ്റ് ചെയ്യണം, ഇതിനു മുമ്പൊരു, ഉറക്കെ പറയൂ നിങ്ങൾ, ജന്മമുണ്ടായിരുന്നു. അപ്പൊ നമ്മളാരും ബ്രാൻഡ് ന്യൂ അല്ല. ഓരോ ജന്മങ്ങളിൽ നിന്നും ചിന്തകളുമായി പുനരഭിജനനം, പുനരഭിമരണം, പുനരഭിജനനീ ജഡരേ ശയനം, ഇഹ സംസാരേ ബഹുദുസ്താരേ കൃപയാ പാരേ പാഹി മുരാരേ. ഒരു ജന്മത്തിൽ നിന്നും മറ്റൊരു ജന്മത്തിലേക്ക് ചിന്തകളും കൊണ്ട് നമ്മൾ പോവുകയാണ്. നിങ്ങളെല്ലാവരും കുട്ടികളെ, പ്രത്യേകിച്ച് പെൺകുട്ടികളെ കൊണ്ടുവരണം നാളെ. കാരണം നാളെ കപിലാവതാരം എന്നൊരവതാരവും കാബിലിയോപാഖ്യാനം എന്നത് കുട്ടികൾ കേൾക്കണം. കാരണം ഒരു പെൺകുട്ടിയാണ് അമ്മയായി തീരുന്നത്. എങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കണമെന്ന് തീരുമാനിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയുടെ മനസ്സിൽ അല്പം ഒരു ശ്രദ്ധക്കുറവ് വന്നാൽ അപ്പോഴാണ് 10,000-കണക്കിന് സ്പേമുകളിൽ ഏറ്റവും ദുർബലമായ സ്പേമുകളെ എഗ് സെലക്ട് ചെയ്യുക. അപ്പോഴാണ് ഓട്ടിസം ബാധിച്ചതും അക്രമകാരികളും ഒക്കെ കയറി വരുന്നത്. അപ്പം അതുകൊണ്ട് ചില വ്രതങ്ങളൊക്കെ പെൺകുട്ടികൾ അനുഷ്ഠിക്കേണ്ടതുണ്ട്. കാരണം ഈ ജന്മം നൽകുക എന്നത് ഇത് ഒരു നഴ്സറിയിൽ പോയി ഒരു ചെടി തിരഞ്ഞെടുക്കുന്ന പോലെയാണ്. ഇവിടെ ഒരു പെൺകുട്ടി അവളുടെ ശരീരത്തിലുണ്ടാകുന്ന എഗ്ഗ് അനവധി സ്പേമുകളിൽ ഒന്നിനെ ഇലക്ട് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു, ഇലക്ട് ചെയ്യുന്നു. അങ്ങനെ സെലക്ഷൻ, ഇലക്ഷൻ, അബ്സോർപ്ഷൻ ഇത് നടക്കുമ്പോൾ ആ സെലക്ഷൻ തെറ്റിപ്പോയാൽ പിന്നീട് അപകടകാരികളായ കുട്ടികൾ വരും. പിന്നെ ജീവിതം മുഴുവൻ ദുരിതങ്ങൾ അനുഭവിച്ചു തീർക്കണം. മനസ്സിലാവുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? വിദ്യാഭ്യാസം മാത്രം പോരാ, അതിന് ലേശം ഒരു ആത്മീയമായ തപസ് വേണം. ഞാൻ ആ വിഷയത്തെക്കുറിച്ച് ഇപ്പം പറയുന്നില്ല. നാളെ ആ വിഷയം ഡീറ്റെയിലായിട്ട് കടന്നു വരും. അപ്പം അതുകൊണ്ട് അത് നാളത്തേക്ക് നോക്കാം നമുക്ക്. ഇവിടെ നമ്മളിപ്പം മനസ്സിലാക്കേണ്ടത് മനോബുദ്ധി ചിത്തം അഹങ്കാരം. അപ്പം നമ്മുടെ മനസ്സ് എന്ന് പറയുന്ന സാധനം ചഞ്ചലമാണ്. ശ്രദ്ധിക്കുക. അപ്പം മനസ്സിന് 2 ഭാവമുണ്ട്. മനസ്സിന് 2 ഭാവമുണ്ട്. അതിലൊന്നാമത്തെ ഭാവം ദുർബലതയും മറ്റൊരു ഭാവം അതിൻ്റെ ശക്തിയുമാണ്. അപ്പം ശക്തിയും ഇരിക്കുന്നത്, ഉന്മേഷവും ഇരിക്കുന്നത്, ഉത്സാഹവും ഇരിക്കുന്നത് മനസ്സിലാണ്. സങ്കടവും വിഷമവും വേദനയും ഇരിക്കുന്നത് മനസ്സിലായില്ല. നിങ്ങൾ തന്നെ പറയും എനിക്കിന്നൊരു മൂഡില്ലാണ്. അതേ നിങ്ങൾ തന്നെ പറയും ഇന്ന് നല്ല ഒരു മൂഡാണ്. ദാറ്റ് മീൻസ് നമ്മുടെ മനസ്സിനൊരു ഊർജവും ഉന്മേഷവും തോന്നുന്നത് നല്ല മൂഡായിട്ട് നമ്മൾ പറയും, ഓ ഒരു ഉഷാറുണ്ടെന്ന്. എന്നാൽ മനസ്സപ്പം ഡള്ളാണ്, വിഷമത്തിലാണ്, നിരാശയിലാണെങ്കിൽ നമുക്കൊന്നിനോടൊരു, ഉറക്കെ പറയൂ, താല്പര്യമില്ല. മനസ്സിൽ നിരാശ വന്നാൽ നല്ല ഭക്ഷണത്തിന് പോലും രുചി തോന്നില്ല. എന്നാൽ മനസ്സിന് നല്ല ഉഷാറുണ്ട്, ഊർജമുണ്ടെങ്കിൽ നല്ല ഭക്ഷണം അല്ലെങ്കിൽ പോലും നമുക്കത് ആസ്വദിക്കാൻ നമുക്ക് സാധിക്കും. ഒരു കഞ്ഞിയും ചമ്മന്തിയാണെങ്കിൽ നമ്മളത് ആസ്വദിക്കും, ആണോ? മനസ്സിൻ്റെ മൂഡ് ശരിയല്ലെങ്കിൽ നിങ്ങൾ ബിരിയാണി വെച്ച് നോക്കിയാലും
അതിനൊരു സ്വാദുണ്ടാവില്ല. അപ്പം ഈ മനസ്സ് അതിൻ്റെ രണ്ടവസ്ഥയാണ്, ശുദ്ധം അശുദ്ധം. എന്താണ്? മറ്റൊരു രീതി പറഞ്ഞാൽ ദുർബലത, വീക്ക്നെസ്, ദുർബലതയുമുണ്ട് അതിൽ മറുവശത്ത് അതിന് ഊർജവുമുണ്ട്, ഉത്സാഹവുമുണ്ട്. ദുർബലതയുമുണ്ട്, ബലവുമുണ്ട്. മനോബലം, കോൺഫിഡൻസ് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയില്ലേ? അപ്പം ആ കോൺഫിഡൻസ് പാർട്ടും മനസ്സിലുണ്ട്, വീക്ക്നെസ് പാർട്ടും ഏതിലുണ്ട്? മനസ്സിലുണ്ട്. ഈ കോൺഫിഡൻസ് പാർട്ടിനെ, ഈ പോസിറ്റീവ് പാർട്ടിനെ നിലനിർത്താൻ നമുക്ക് കഴിയുമോ? അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ? അതാണ് ഇന്നത്തെ ഒരു ചോദ്യം. അതായത് നമ്മുടെ മനസ്സിൽ വിഷമങ്ങളും വേദനകളും ഭയങ്ങളും ഉത്കണ്ഠകളും ഉണ്ടാക്കാൻ മറ്റുള്ളവർക്ക് എളുപ്പത്തിൽ സാധിക്കും. അത് നമ്മുടെ ഉള്ളിൽ തട്ടാതെ ബലത്തിൽ, ഉത്സാഹത്തിൽ, ഊർജത്തിൽ മനസ്സിനെ നിലനിർത്താൻ നമുക്ക് സാധിക്കുമോ? മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഇപ്പോൾ ഒരു പെൺകുട്ടി, ഒരു ഉദാഹരണത്തിന് ഒരു പെൺകുട്ടി, ഈ പെൺകുട്ടി ഒറ്റയ്ക്ക് വീട്ടിൽ നിൽക്കുന്നു. വീട്ടിൽ ആരൊക്കെ പുറത്തു പോയ സമയത്ത് ഒരാൾ വീട്ടിലേക്ക് വരികയാണ്. അയാൾ വീട്ടിൽ ആരും ഇല്ല നോക്കുമ്പോൾ അയാൾക്കൊരു വേണ്ടാത്ത ചില സ്വഭാവങ്ങൾ കാണുമ്പോൾ ആ കുട്ടിക്കൊരു പേടി വരുമോ? പറയൂ. എന്നാൽ ആ ഒരു സിറ്റുവേഷൻ കുട്ടി ഒരു തരത്തിലും അയാൾ പറയുന്ന അല്ലെങ്കിൽ അയാളുടെ നോട്ടൊന്നും ആ കുട്ടി അതൊന്നും ശ്രദ്ധിക്കാതെ വളരെ ധൈര്യത്തോടുകൂടി അയാളുടെ കണ്ണിൽ നോക്കി പറയുകയാണ്, നിങ്ങൾക്ക് എന്താണ് ആവശ്യം? ഇന്നതാണോ? എങ്കിൽ ഇന്ന സമയത്ത് വന്നാൽ വരും. അപ്പോൾ അല്ലെങ്കിൽ ഞാൻ ഫോൺ ചെയ്യാം, അച്ഛന് കൊടുക്കാം, അമ്മയ്ക്ക് കൊടുക്കാം. അതൊക്കെ ഒരു ധൈര്യം ചോരാതെ പറയുകയാണെങ്കിൽ അയാൾക്ക് അല്പം ഒരു പേടി ഉണ്ടാവില്ല ആ കുട്ടിയെ ഓർത്ത്? പറയൂ. അപ്പം ആ ഒരു സമയത്ത് മൈൻഡ് മറ്റൊരാളുടെ മൈൻഡിന് വിധേയമാവാതെ, മറ്റൊരാളുടെ മൈൻഡിന് മനസ്സ് അടിമപ്പെടാതെ സ്വയം മനസ്സിനെ ഒരു പോസിറ്റീവ് എനർജിയിൽ നിർത്താൻ സാധിക്കുകയാണെങ്കിൽ ആ മനസ്സൊരു ബലമുള്ള മനസ്സല്ലേ? പറയൂ. ഇന്നലെ ഡോക്ടർ അലക്സാണ്ടർ പറയണ്ടായി, രാവിലെ കാലത്ത് ഒരു 4 to 8 ആ സമയത്താണ് കൂടുതൽ ഹാർട്ട് അറ്റാക്ക് വരുന്നത്. അദ്ദേഹം അതിൻ്റെ ഒരു പാർട്ട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ ഹാർട്ട് അറ്റാക്കിൻ്റെ ഒരു പാർട്ടാണ് ശരീരത്തിൽ കൊളസ്ട്രോൾ, അല്ലെങ്കിൽ ബാഡ് കൊളസ്ട്രോൾ കൂടുന്നതും ബ്ലഡ് പ്രഷർ ഷൂട്ട് ചെയ്യുന്നത്. കാരണം ആ സമയത്താണ് നമ്മുടെ ശരീരത്തിൽ നോർമലി ബ്ലഡ് പ്രഷർ കൂടുന്നൊരു സമയം. കാരണം ഹൈ ടൈഡും ലോ ടൈഡും നമ്മുടെ ശരീരത്തിൽ ബാധിക്കുന്നുണ്ട്. പ്രകൃതി മുഴുവൻ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. ഈ പ്രകൃതി നിങ്ങളിലുണ്ട്, നിങ്ങൾ പ്രകൃതിയിലുണ്ട്. നിങ്ങളും പ്രകൃതിയും ഒന്നാണ്. ഈ ഹൈ ടൈഡും ലോ ടൈഡും നമ്മളെ ബാധിക്കുന്നുണ്ടോ? ഇതൊന്നും നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. ഉണ്ടോ? കടലിലെ വേലിയേറ്റവും വേലിയിറക്കവും നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നുണ്ടോ? ഇല്ല. എങ്ങനെയാ മനസ്സിലായത്? കഷ്ടട്ടോ, നമ്മൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കണ്ടേ. ഇതെങ്ങനെയാ ബാധിക്കുന്നത്? എങ്ങനെയാ നിങ്ങൾക്ക് മനസ്സിലായത്? വാവ് വരുമ്പോഴാണ് മനസ്സിലാവുന്നത്. ആസ്മ വരുന്ന അസുഖം, അത് അങ്ങനെയാണോ നിങ്ങൾ മനസ്സിലാക്കിയത്? ഈ ലോ ടൈഡും ഹൈ ടൈഡും നമ്മുടെ ശരീരത്തിൽ ബാധിക്കുന്നുണ്ടോ? നോക്കൂ, ഹൈ ടൈഡ് സമയത്ത് നിങ്ങളുടെ ശരീരത്തിൽ ഒരു മുറിവ് പറ്റിയിട്ടെങ്കിൽ ബ്ലീഡിങ് വളരെ, ഉറക്കെ പറയൂ, കൂടുതലായിരിക്കും. മനസ്സിലായില്ലേ? അത് തന്നെ നമ്മുടെ ശരീരത്തിൽ തെളിവാണ്. ഹൈ ടൈഡ് സമയത്ത് ശരീരത്തിലൊരു മുറിവ് പറ്റിയാൽ നമ്മുടെ ശരീരത്തിൽ രക്തം കൂടുതൽ, അപ്പം ശരീരത്തിൻ്റെ ബ്ലഡ് പ്രഷർ കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഈ ഹൈ ടൈഡ് സമയത്തൊക്കെ പ്രഷർ ഇത്തിരി കൂടും. അപ്പോൾ എപ്പോഴും നമുക്ക് ഒരേ ബ്ലഡ് പ്രഷറിലല്ല ഇരിക്കുന്നത്. അപ്പം ഈ സമയത്ത് ഹാർട്ടിലെ പമ്പിങ്ങിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു പെയിൻ വരുമ്പോൾ അത് ഭയത്തിലേക്ക് പോകും. എക്സ്ട്രീം പെയിൻ കൂടുന്തോറും, പേടി കൂടുന്തോറും ശ്രദ്ധിക്കണം. പേടി കൂടുന്ന സമയത്ത് എന്താ സംഭവിക്കറിയോ? ശരീരം, ഭയം ദുഃഖമൊക്കെ വരുമ്പോൾ, സന്തോഷം വരുമ്പോൾ ശരീരം എക്സ്പാൻഡ് ചെയ്യാണോ? പേടി വരുമ്പോൾ ശരീരം എക്സ്പാൻഡ് ചെയ്യാനോ അതോ അത്
കൺട്രസ്റ്റ് ചെയ്യാനോ അത് ചുരുങ്ങാണോ? എന്താ സംഭവിക്കുന്നത്? നമ്മളൊക്കെ പേടി വരുമ്പം, കുട്ടികളെയൊക്കെ ശ്രദ്ധിച്ചു നോക്കും, പേടി വരുമ്പോൾ എന്താ ചെയ്യുക? എന്താ ഒന്നും പ്രതികരിക്കാത്ത നേല. കൊച്ചു കുട്ടികൾക്ക് പേടി വന്നാൽ എങ്ങനെയാണ് അവര്? സന്തോഷം വരുമ്പോൾ കൈയെല്ലാം അങ്ങനെ ഒരു എക്സ്പാൻഷൻ വന്നു. ദുഃഖം, പേടിയൊക്കെ വരുമ്പോഴോ, പേടി വരുമ്പോൾ, അപ്പൊ ഭയം വരുമ്പോൾ ഈ ബ്ലഡ് സെൽസുകളൊക്കെ അങ്ങോട്ട് കംപ്രസ് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ ശ്വാസം എടുക്കുന്ന ലങ്സിനൊക്കെ അത് ഒരു കംപ്രഷൻ കൊടുക്കുമ്പോൾ ഓക്സിജൻ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ബ്ലഡിലേക്ക് വേണ്ടത്ര ഓക്സിജൻ കിട്ടാതെ വരുമ്പോൾ, അതുകൊണ്ടാണ് ഈ ഹാർട്ട് അറ്റാക്ക് വരുമ്പം ആദ്യം ചെയ്യേണ്ടത്, ഇപ്പൊ ഭർത്താവിന് ഹാർട്ട് അറ്റാക്ക് വന്നാൽ ഭാര്യ എന്ത് ചെയ്യണം? ശീർഷാസനത്തിൽ നിൽക്കണമെന്ന്. എന്താ ചെയ്യേണ്ടത്? നെഞ്ചത്തടിക്കണം. ഭാര്യ എന്ത് നെഞ്ചത്തടി? സ്വന്തം അയ്യോ പോയല്ലോ എന്നും പറഞ്ഞു. അവനവന്റെ നെഞ്ചത്തല്ല അടിക്കേണ്ടത്. ആരുടെ നെഞ്ചത്തിട്ട് കൊടുക്കണം? ആ സമയത്തൊരു 4 വീക്ക് വീക്കിയാൽ ആ മനുഷ്യൻ രക്ഷപ്പെടും. നിങ്ങളുടെ ജീവിതത്തിലുള്ള ദേഷ്യവും തീർന്നു കിട്ടും. മനസ്സിലായില്ലേ? അപ്പോൾ 2 കാര്യങ്ങളാണ്. അപ്പോൾ ആ സമയത്ത് ബുദ്ധി വരണം. പക്ഷെ ആ സമയത്ത് ആ ബുദ്ധി വരില്ല. അതിന് പകരം എന്ത് ചെയ്യും? അപ്പോഴേക്കും അങ്ങോട്ട് കരഞ്ഞ് ഭയോ എന്ന് പറഞ്ഞാൽ അലറി ഫോൺ എടുക്കാൻ പോവുകയാണ്. പിന്നെ എന്നാ ഫോൺ എടുക്കുന്ന സമയത്ത് 2 വീക്ക് കൊടുത്താൽ മതി. ആ മനുഷ്യനെ മലർത്തിയിട്ടോ കിടത്തിയിട്ടോ 2 ചവിട്ടെങ്കിലും കൊടുത്താൽ, കാരണം ഈ നെഞ്ചിൻ്റെ ഭാഗത്തൊന്ന് 2 ഇടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആ സമയം ആ ഒരു പ്രഷർ നീങ്ങിക്കിട്ടി ഒന്ന് റിലാക്സ് ആയാൽ ശ്വാസകത്തേക്ക് വന്നു. മിക്കവാറും ഹാർട്ട് അറ്റാക്ക് സംഭവിച്ച വീട്ടിൽ നോക്കിക്കോളൂ നിങ്ങൾ. ഒരാൾ മരിക്കുന്നുണ്ടെങ്കിൽ അതിൽ പകുതി പങ്ക് ഭാര്യയ്ക്കാണ്. കാരണം വേണ്ട സമയത്ത്, ഇനിയിപ്പോൾ ആരെങ്കിലും അങ്ങനെ മരിച്ചിട്ടുണ്ടെങ്കിൽ ആ കുറ്റബോധമായിട്ട് ജീവിക്കരുതേ. കാരണം കുറച്ചൊന്ന് ശ്രദ്ധ വെച്ചിരുന്നെങ്കിൽ പലരെയും, ഉറക്കെ പറയൂ, അതിന് ആ സമയത്ത് ആ ബുദ്ധിയൊന്നും തോന്നില്ല. അപ്പോഴേക്കും നിങ്ങൾ ഡോക്ടറെ വിളിക്കാനോ മക്കളെ വിളിക്കാനോ നാട്ടുകാരെ വിളിക്കാനോ ഒക്കെ ശ്രമിക്കും. നിങ്ങൾ ആ വേണ്ട സമയത്ത് വേണ്ട ബുദ്ധി നമുക്ക് തോന്നില്ല. അതിനൊക്കെയാണ് നിങ്ങളോട് പറഞ്ഞത്, ഇതൊക്കെ ഒന്ന് ജപിക്കൂ. അതിനെന്ത് വേണം? കോൺഫിഡൻസ് വേണം. ആ സമയത്ത് മനോബലം നഷ്ടപ്പെടരുത്. ആ മനസ്സിന് ബലം കിട്ടാൻ ഒരൊറ്റ വഴിയുള്ളൂ. അതിനാണ് നമ്മൾ ഒരു സാധനകൾ അനുഷ്ഠിക്കേണ്ടത്. എന്താണ്? ഇപ്പം നിങ്ങൾ ഡെയിലി വിഷ്ണു സഹസ്രനാമം കുറച്ച് പ്രണവവും ഒക്കെ ജപിച്ച് ശീലിക്കുന്നവർക്കുണ്ടല്ലോ, മൈൻഡ് ഈ നാമത്തിലേക്ക് ശ്രദ്ധ തിരിയും തോറും ഭയം, ദുഃഖം, വിഷമം, വേദന തുടങ്ങിയ വാസനകളിലേക്കുള്ള അതിൻ്റെ ആകർഷണ തീവ്രത കൂടെ വന്നില്ലേ നിങ്ങൾ? കുറയും. അപ്പം നാമത്തിലേക്ക് ശ്രദ്ധ തിരിക്കുമ്പോൾ വാസനയിലേക്കുള്ള ശ്രദ്ധ, വാസന എന്ന് പറഞ്ഞാൽ പേടി ജനിക്കുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഉണ്ടോ? കൊച്ചുകുട്ടികൾക്ക് പേടിയുണ്ടോ? ഉണ്ടോ? ദുഃഖം കൊച്ചുകുട്ടികൾക്കുണ്ട്. ഉണ്ടോ? ഉറക്കെ പറയൂ നിങ്ങൾ. വിഷമം കുട്ടികൾക്കുണ്ടോ? ഇല്ല. അമ്മ പോകുന്ന സമയത്തൊരു വിഷമം ഉണ്ടാവില്ലേ കുട്ടികൾക്ക്? ഇതൊക്കെ ജനിക്കുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് അതെല്ലാം നമ്മുടെ ഉള്ളിൽ ഉണ്ട്. അതിലേക്ക് മൈൻഡ് വീണു പോവാതെ ഒരു കോൺഫിഡൻസിൽ മൈൻഡിനെ പിടിച്ചു നിർത്തണമെങ്കിൽ മൈൻഡിൻ്റെ അറ്റൻഷൻ, ഡയറക്ഷൻ നമുക്ക്, അതായത് താഴോട്ട് വരേണ്ട മനസ്സിനെ നമ്മൾ മേലോട്ട് തിരിച്ചു വിടണമെങ്കിൽ അതിനൊരു ഡയറക്ഷൻ കൊടുക്കണം. അതിനെവിടെയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കാൻ പറ്റണം. ഈ മനസ്സിനെ എവിടെയെങ്കിലും ഒന്ന് പിടിച്ചു നിർത്തണം. എവിടെയാ മനസ്സിനെ പിടിച്ചു നിർത്തുക? അതിൻ്റെ പേരാണ് സാധന. എന്താണ്? ഇപ്പൊ ഡെയിലി അല്പം സാധന. എന്തൊക്കെയാ സാധന എന്ന് പറഞ്ഞാൽ? പ്രാണായാമം, പ്രത്യാഹാരം, നിത്യാനിത്യ വിവേക വിചാരം, ജപ്യസമേതം സമതിവിതാനം, കുർവവദാനം മഹദവദാനം, ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ.
രാവിലെ എണീറ്റ് ഇതൊക്കെ ചെയ്യണം. കുറച്ചു നേരം പ്രാണായാമം ചെയ്യണം. ഇപ്പം രാവിലെ കുറച്ചു നേരം എന്ത് ചെയ്യണം? പ്രാണായാമം എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ നട്ടെല്ല്, ഈ നട്ടെല്ലിനോട് ചേർന്ന് നമുക്ക് പ്രധാനപ്പെട്ട 3 നാഡികളുണ്ട്. അതാണ് നമ്മുടെ ബ്രെയിനിലേക്ക് വേണ്ടത്ര പ്രാണനെ എത്തിക്കുന്നത്. അതിൻ്റെ പേരാണ് ഇട, പിങ്കള, സുഷുപ്ന. ഏതൊക്കെയാണ്? ഈ 3 നാഡികളുടെയും പ്രവർത്തനം ആക്റ്റീവാക്കി വെച്ച് കഴിഞ്ഞാൽ മനസ്സിനെപ്പോഴും ഒരു ബലം കൂടും. പ്രാണശക്തി കൂടുന്തോറും ഒരു ശരീരത്തിനൊരു വൈറ്റാലിറ്റി, ശരീരത്തിനൊരു എനർജി ഫീൽ ചെയ്യും നമുക്ക്. അപ്പം അതുകൊണ്ട് പ്രാണായാമം ഡെയിലി ചെയ്യേണ്ടതുണ്ട്. ഈ പ്രാണായാമം എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, പ്രാണനെ തലച്ചോറിലേക്ക് എത്തിക്കുമ്പോൾ ന്യൂറോൺസിനുണ്ടാകുന്ന എക്സ്പാൻഷൻ, അതിൻ്റെ പ്രവർത്തനം നമ്മുടെ ശരീരത്തിലുണ്ടാക്കുന്ന ഒരു എനർജി ഫീൽഡുണ്ട്. അപ്പം നമ്മുടെ ശരീരത്തിനൊരു ഊർജം തോന്നും, ഒരു ഉഷാറ് തോന്നും. അതേപോലെ തന്നെയാണ് ജപം. എന്ത് വേണം? ജപം ശീലിച്ചു കഴിഞ്ഞാൽ, മനസ്സ് ജപത്തിൽ പിടിപ്പിച്ചു നിർത്തിക്കഴിഞ്ഞാൽ ദുർബല ചിന്തകളിലേക്കുള്ള അതിൻ്റെ ആകർഷണം പറഞ്ഞ് മനസ്സിലായില്ല. ഇപ്പം നിങ്ങൾ പഠിത്ത കാലത്ത് ചന്ദ്രയാൻ 3 അയച്ചതൊക്കെ വായിച്ചോ? നിങ്ങൾ വായിക്കുന്നുണ്ടോ? അപ്പം അത് ഭൂമിയുടെ ഗ്രാവിറ്റിയിൽ നിന്നും അതിനെ പുറത്താക്കി, അതിനെ ചന്ദ്രൻ്റെ ഗ്രാവിറ്റിയിലാക്കി. അപ്പം ചന്ദ്രൻ്റെ ഗ്രാവിറ്റിയിലുള്ള ഒന്നിനെ ആകർഷിക്കാൻ ഭൂമിക്ക്, ഉറക്കെ പറയൂ, സാധ്യമല്ല. ഇതുപോലെ നമ്മുടെ മനസ്സിപ്പോൾ ഒരു ഗ്രാവിറ്റിയിലായിരിക്കുന്നത്. ഏത് ഗ്രാവിറ്റി? വാസനാ ഗ്രാവിറ്റി. ഏതാണ്? പെട്ടെന്ന് സങ്കടം, പെട്ടെന്ന് ഭയം, പെട്ടെന്ന് വിഷമം, പെട്ടെന്ന് അസ്വസ്ഥരാവുക. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? മനസ്സ് പെട്ടെന്ന് കൂടെ വന്നില്ല. ഭയം, ദുഃഖം, വിഷമം, നിരാശ, ഇതൊക്കെ വാസനകളാണ്. എന്താ വാസന എന്ന് പറഞ്ഞാൽ? ഉറക്കെ പറയൂ. കാമം എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള കാമങ്ങളുണ്ട്, പലതിനോടുള്ള ഇഷ്ടങ്ങൾ. ഇപ്പം നിങ്ങൾക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ ആരെങ്കിലും പ്രലോഭിപ്പിച്ചാൽ ഒരാഗ്രഹം വന്നുകൂടായില്ല. അപ്പം നമ്മുടെ മനസ്സെന്നൊരു ആകർഷണ വലയത്തിലാണോ? മനസ്സിലായില്ല ഇത്രയും പറഞ്ഞിട്ട്? മനസ്സൊരു ആകർഷണ വലയത്തിലാണോ? ഏതിൻ്റെ? വാസനകളുടെ. പറയൂ. കാമവും ക്രോധവും ദ്വേഷവും നിരാശയും ദുഃഖവും ഒക്കെ ഓരോരോ ഉറക്കെ പറയൂ വാസനകളാണ്. അപ്പം മനസ്സ് വാസനയിലേക്ക് വീണാൽ ദുർബലമാണ്, അസ്വസ്ഥമാണ്, ദുർബലമാണ്, അസംതൃപ്തമാണ്. ഈ വാസനയിലേക്ക് വീഴാതെ അതിനെ പിടിച്ചു നിർത്തണം. എവിടെ? ഇതിൻ്റെ ഗ്രാവിറ്റിയിലേക്ക് വീഴാതെ അതിനെ ഉയർത്തണം. എവിടെ പിടിച്ചു നിർത്തുക? മനസ്സിനെ എവിടെ പിടിച്ചു നിർത്തുക? കൂടെ വരുന്നില്ല നിങ്ങൾ. എവിടെ നമ്മൾ പിടിച്ചു നിർത്തും? ഇപ്പോൾ ഒരു ഷർട്ടോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും നമ്മൾ ഒരു അയലിലിടുകയാണ്. അപ്പോൾ അത് വൃത്തിയായിട്ടിടാൻ ഒരു ആങ്കറിലിടണം. ആ ഹാങ്കറിലിടുന്ന സമയത്ത് ഇത് കുരുക്കി അതിൻ്റെ അകത്ത് നമ്മൾ തൂക്കിയിരുന്നു. എന്നാൽ അത് വേണ്ട പോലെയല്ല ആങ്കറിലിട്ടതെങ്കിൽ ചിലപ്പോൾ അത് താഴെ പോവും. ഇതുപോലെ നമ്മുടെ മനസ്സ് താഴെ ഗ്രാവിറ്റിയിലേക്ക് വീഴുന്ന ഒന്നാണെങ്കിൽ അത് വീഴാതിരിക്കാൻ അതിലൊന്ന് ഹുക്ക് ചെയ്യണം, എവിടെയെങ്കിലും ഒന്ന് പിടിച്ചു നിർത്തണം. എവിടെയാ മൈൻഡിനെ പിടിച്ചു നിർത്തുക? അതിൻ്റെ പേരാണ് സാധന. എന്താണ് സാധന? മനുഷ്യന്റെ മനസ്സിന് കൂടെ വരണം. സാധന പറയൂ. മനുഷ്യന്റെ മനസ്സിന് ഫലം തരും, അതായത് ശക്തി തരും, തൃപ്തി തരും, സ്വസ്ഥത തരും. ഇപ്പം ഏതാണ് മനുഷ്യന് സ്വസ്ഥത തരിക? സാധന മനുഷ്യന് ശക്തി തരും, തൃപ്തി തരും, സ്വസ്ഥത തരും. വാസന മനസ്സിന് കഷ്ടം. പറയൂ. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞു നിങ്ങളുടെ തലയിൽ കയറ്റിയില്ലേ? വാസന മനുഷ്യന് ദുർബലത തരും, മനസ്സ് ദുർബലമാവും, അസംതൃപ്തി എന്ന് വെച്ചാൽ അതൃപ്തി തരും, പിന്നെ അസ്വസ്ഥത തരും. ഇപ്പൊ വാസന മനുഷ്യന്, ഉറക്കെ പറയണം, വാസന മനുഷ്യന് അസ്വസ്ഥത തരും, അതൃപ്തി തരും, അതുപോലെ
ദുർബലത. മനസ്സ് വളരെ ദുർബലമായി തീരും. സാധന മനസ്സിന് ശക്തി തരും, തൃപ്തി തരും, സ്വസ്ഥത തരും. വേണോ? വേണോ? എത്ര പേർക്ക് വേണം? അപ്പം അതിനാണ് ഞാനും നിങ്ങൾ ഈ ഭാഗവതം കേൾക്കുന്നത്. ഇത് മനസ്സിന് വേണ്ടിയിട്ടാണ്, അവനവൻ്റെ മനസ്സ് നന്നാക്കിയെടുക്കാനാണ്. ഇത് 5000 വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രമാണോ കേവലം? ഇതൊരു 5000 വർഷങ്ങൾക്കുള്ള ഒരു കേവലം ഒരു സംഭവമാണോ ഈ പറയുന്നത്? ഇന്ന് ആവശ്യമുള്ളതാണോ? പറയൂ നിങ്ങൾ. ഇന്നിത് റിലവൻ്റ് ആണോ, അതോ ഞാൻ ഒരു 5000 വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു കാര്യമാണോ ഇപ്പം നിങ്ങളോട് പറയുന്നത്? ആണോ? അല്ല. അപ്പൊ അന്ന് നടന്ന കാര്യത്തെ ഇന്നത്തെ ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുവരണം. അതിൻ്റെ പേരാണ് തത്വം എന്ന് പറയുന്നത്. അപ്പം അന്ന് നടന്ന ഒരു ചരിത്രത്തെ കഥയാക്കി ആവിഷ്കരിച്ചത്, അതിൻ്റെ തത്വത്തെ ഇന്ന് നമ്മൾ ഇന്നത്തെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മുടെ ജീവിതത്തെ പരിവർത്തനം, എന്താ പറയുക, പരിവർത്തനം വരുത്താം. ഒരു രത്നാകരൻ വാത്മീകിയായതുപോലെ ഒരു ദുർബലനെ നമുക്ക് ശക്തനാക്കി മാറ്റാം. ഒരു അസംതൃപ്തനെ, അതൃപ്തനെ നമുക്ക് തൃപ്തനാക്കാം. ഒരു അസ്വസ്ഥനെ നമുക്ക് ഇതാണ് അസതോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോർമ അമൃതം ഗമയ. ഈ പരിവർത്തനം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണോ? പറയൂ നിങ്ങൾ. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ആവശ്യം കുട്ടികൾക്കാണ്. അതും ഒരു അഡോൾസൻസിലെത്തിയ കുട്ടികൾക്ക്, യൗവനത്തിലെത്തിയ കുട്ടികൾക്കാണ് പ്രലോഭനങ്ങൾ വളരെ കൂടുതൽ. കാരണം പ്രേമം അവിടെയാണ് കുറച്ചുകൂടി തീവ്രമാവുക. ലഹരി ആൺകുട്ടികളുടെ ഇടയിൽ തീവ്രമാവുന്നത് അപ്പോഴാണ്. ആണോ? അപ്പം വഴിതെറ്റിപ്പോവാൻ സാധ്യതയുള്ള സമയങ്ങളാണത്. അപ്പം അത്തരം പ്രലോഭനങ്ങളിൽ വീണുപോയി പിന്നെ ഇതിനെ കറക്റ്റ് ചെയ്തെടുക്കൽ അത്ര. പറയൂ. ഞാനൊരു പെൺകുട്ടി, നല്ല മിടുക്കിയിട്ടുള്ള പെൺകുട്ടിയാണ്, പ്രേമത്തിൽ വീണുപോയി. അപ്പം പ്രേമം തലയിൽ കയറി ഈ പെണ്ണ് വേണ്ടാത്ത കുറേ ഫോട്ടോ അയച്ചു കൊടുത്തു. കാരണം പ്രേമം തലയ്ക്ക് കയറിയിരിക്കുന്ന അവസ്ഥ. അപ്പം അവന് ഞാൻ ഒന്നാമെന്ന് പറഞ്ഞിട്ട് അയച്ചു കൊടുത്ത ഇവൻ ഈ ഫോട്ടോ മിസ്യൂസ് ചെയ്തു. ഇതെങ്ങനെയൊക്കെയോ ഇവൻ്റെ കയ്യിൽ നിന്ന് പോയി, ആർക്കോ ഫ്രണ്ട്സിന് കാണിച്ചു കൊടുത്തു. ഇതെല്ലാം ആ കുട്ടി അങ്ങോട്ട് ഡിപ്രഷനിൽ പോയി 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 മരുന്നിന് അടിമപ്പെട്ട്. നോക്കണം, എന്ത് കഴിവുള്ള കുട്ടി തകർന്നു പോയി ആ പെണ്ണ്. ഒരു വീക്ക് മൈൻഡിനെ കുറേയും കൂടി ബോൾഡ് ആക്കുന്ന, സ്ട്രോങ് ആക്കുന്ന, കോൺഫിഡൻ്റ് ആക്കുന്ന, കറേജിയസ് ആക്കുന്ന, പോസിറ്റീവ് ആക്കുന്ന ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷനാണിത്. ഇത് നമ്മുടെ കുട്ടികൾക്ക് പകർന്നു കൊടുക്കാൻ അതിന് അമ്മമാരുടെ ആദ്യം ഒരു ഭാഗത്ത് മാറ്റം ഉണ്ടാവണം. കാരണം നിങ്ങളാണ് ആദ്യത്തെ ഗുരു. മാതാ പിതാ ഗുരു. അമ്മ ഉഴപ്പിയാൽ മക്കൾ ഉഴപ്പി. ഇപ്പോൾ ഒരു അമ്മയിൽ നിന്ന് വേണം ഈ ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ കുട്ടികളിലേക്ക് വരാൻ. അതല്ലേ ശ്രീരാമസ്വാമിയോട് വിശ്വാമിത്ര മഹർഷി പറഞ്ഞു കൊടുക്കുന്നു. എഴുത്തച്ഛൻ്റെ രാമായണത്തിൽ അത്ര ഡീറ്റെയിൽ ആയിട്ടില്ലെങ്കിലും നമുക്ക് രാമായണത്തിൽ കാണാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. വിശ്വാമിത്ര മഹർഷി രാമനെ കൂട്ടിക്കൊണ്ടുപോവാണ് തൻ്റെ യാഗരക്ഷയ്ക്ക് വേണ്ടിയിട്ട്. ആ കഥ അറിയാലോ. ബല അബല ഒക്കെ പറഞ്ഞു കൊടുത്തത്. എന്താ പറഞ്ഞു കൊടുത്തത്? രാമൻ എന്താ പറഞ്ഞു കൊടുത്തത്? നിങ്ങൾ രാമായണം വായിക്കാറില്ലേ? ക്ഷീരബലയോ? എന്താ രാമൻ എന്താ ചികിത്സയ്ക്ക് പോയതാണോ? ക്ഷീരബല എന്നുള്ളത് ആയുർവേദത്തിൽ വരുന്നതാണ്. എന്താണ്? ബല അതിബല. ആര് പറഞ്ഞു കൊടുത്തു? രാമൻ വിശ്വാമിത്ര മഹർഷിക്ക് പറഞ്ഞു കൊടുത്ത 2 മന്ത്രങ്ങളാണത്. അപ്പം അറിയാം നിങ്ങൾക്ക്. വിശ്വാമിത്ര മഹർഷി അപ്പം അവിടെ വെച്ച് രാമന് പറഞ്ഞു കൊടുക്കുന്നതാണ് കൗസല്യ സുപ്രജാ രാമ പൂർവ സന്ധ്യ പ്രവർത്തതേ ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാന്വിതം ഉത്തിഷ്ഠ 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 ഗരുഡധ്വജ ഉത്തിഷ്ഠ കമലാകാന്ത ത്രൈലോക്യം മംഗളം കുരു. എന്തു മനോഹരമായ വരികളാണ്. തുടങ്ങുന്നത് എങ്ങനെയാണ്? ദശരഥ സുപ്രജ എന്നല്ല, കൗസല്യ സുപ്രജാ രാമ. എവിടുന്നാണ് തുടങ്ങുന്നത്? അത്രയും ശ്രേഷ്ഠയായിട്ടുള്ള കൗസല്യയുടെ പുത്രനായ രാമ. അല്ലാതെ ദൈവം രാമൻ എന്നൊന്നും പറഞ്ഞല്ല തുടങ്ങിയത്. അവതാരോ രാമ എന്നിട്ടല്ല തുടങ്ങിയത്. ഭഗവാൻ രാമ സുപ്രഭാതം എന്നല്ല പറഞ്ഞത്. കൗസല്യ സുപ്രജ.
അപ്പം ആദ്യം ഈ സംസ്കാരം ആരിലുണ്ടാവണം? ആരിലുണ്ടാവണം? അമ്മയിലുണ്ടാവണം. ഇപ്പം രാവിലെ സൂര്യോദയത്തിന് മുമ്പ് എണീറ്റ് ജപിക്കുന്ന അമ്മമാർ ഉണ്ടോ? മക്കൾ കുറേ നന്നാവും. രാവിലെ പോത്തുപോലെ കടന്നുറങ്ങി അങ്ങനെ ഒരു സംസ്കാരവും ഇല്ലാത്തൊരമ്മമാരാണെങ്കിൽ എപ്പോൾ വഴിതെറ്റിയെന്ന് ചോദിച്ചാൽ മതി. കാരണം ചെറുപ്പകാലങ്ങളിൽ ഉള്ള ശീലം മറക്കുമോ മനുഷ്യൻ ഉള്ള കാലം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അമ്മ പ്രാർത്ഥിച്ചതുകൊണ്ട് ഒരു മക്കളും നേരെയായിട്ടില്ല. പ്രാർത്ഥന എന്നത് നമ്മുടെ സംസ്കാരമേ അല്ല. അതിവിടെ നിങ്ങൾക്ക് ക്രിസ്ത്യൻ കൾച്ചറുമായിട്ട് ചേർന്ന് കിടക്കുന്നത് കൊണ്ട് അവരുടെ വാക്കുകൾ നിങ്ങളെടുത്തിരിക്കുകയാണ്. അമ്മ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുകൊണ്ടോ അച്ഛൻ പ്രാർത്ഥിച്ചതുകൊണ്ടോ ഒരു മക്കളും നേരെയായിട്ടില്ല. കാരണം ഇതൊരു പ്രാർത്ഥനയുടെ സംസ്കാരമല്ല, ഇതൊരു പരിശീലനത്തിൻ്റെ സംസ്കാരമാണ്. ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾ ഭക്ഷണം കഴിച്ചാൽ വിശപ്പ് ഇന്ന് വരെ മാറിയിട്ടില്ല. ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾ മരുന്ന് കഴിച്ചാൽ രോഗം ഇതുവരെ മാറിയിട്ടില്ല. മക്കൾക്ക് വേണ്ടി നിങ്ങൾ നീന്തിയാൽ അവർക്ക് നീന്തൽ കിട്ടില്ല. അവർക്ക് വേണ്ടി നിങ്ങൾ ഡ്രൈവിംഗ് ചെയ്താൽ ഡ്രൈവിംഗ് അവർക്ക് പഠിക്കാൻ പറ്റില്ല. നിങ്ങൾ അവർക്ക് വേണ്ടി പരീക്ഷ എഴുതിയാൽ അവർ ബുദ്ധിയുള്ളവരാവില്ല. ഇതെല്ലാം അവർക്ക് വേണ്ടി എന്താ പറയൂ, ഇതുപോലെ നിങ്ങൾ പ്രാർത്ഥിച്ചതുകൊണ്ട് അവരുടെ മനസ്സ് പോസിറ്റീവ് ആവാൻ പോകുന്നില്ല. കാരണം വാസനയിൽ ആകർഷിച്ച് നിൽക്കുന്ന മൈൻഡിനെ അതിൽ നിന്ന് കൺവേർട്ട് ചെയ്യാൻ, അതിൽ നിന്ന് ട്രാൻസ്ഫോം ചെയ്യാൻ അവനവന് ഉറക്കെ പറയൂ മാത്രമേ. അതിൻ്റെ പേര് പ്രാർത്ഥന എന്നല്ല, അതിൻ്റെ പേര് സാധന എന്നാണ്.